കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ഈ പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യിശായി, വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. വാക്യം ശ്രദ്ധിക്കുക. നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യിശയ്യായി, വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നമുക്കറിയാം. 11-ാം അധ്യായം ആദ്യ വാക്യം പറഞ്ഞു തുടങ്ങുന്നത്, എന്നാൽ യിശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും എന്ന് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത്. എന്നിട്ട് പറയുകയാണ്, യിശയ്യായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. നമ്മുടെ യിശയ്യായുടെ വേരെന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് പരിചിതമാണ്. യിശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും എന്നുള്ള ചിന്തകളും വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്നുള്ള ചിന്തകൾ നമുക്ക് ഈ വാക്യങ്ങളിലൂടെ നൽകപ്പെടുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. യിശയ്യായുടെ വേരായവന് ജാതികൾ അന്വേഷിച്ചു വരും. അപ്പോൾ യിശയ്യായി എന്ന വ്യക്തി അല്ലെങ്കിൽ യിശയ്യായുടെ കുടുംബത്തിൽ നിന്നാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ദാവീദിൽ നിന്നാണ്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ, പ്രവചന വാക്കുകളൊക്കെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കാരണം, ദാവീദിൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ യഹൂദ കുടുംബത്തിൽപ്പെട്ട അംഗമായിട്ടാണ് ഈ ദാവീദ് വരുന്നതെങ്കിൽ അതേ കുലത്തിൽ, അതേ കുടുംബത്തിനകത്ത് പെട്ട് വരുന്നയാളാണ് യേശു ക്രിസ്തു, അല്ലെങ്കിൽ യോസഫിൻ്റെ മകനായിട്ടൊക്കെ യേശു ക്രിസ്തു വരുന്നത്. അതുകൊണ്ടാണ് അവൻ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ടെന്നുള്ള വാക്കുകൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയതിൻ്റെ കാരണമാണ്. പക്ഷെ അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, ജാതികൾ അന്വേഷിച്ച് വരത്തക്ക രീതിയിൽ അവൻ്റെ സ്ഥലം വിശ്രമത്തിനുള്ളതായിരിക്കും. മാത്രമല്ല, സ്തോത്രം, അവിടെ പറയുന്ന വാചകം ശ്രദ്ധിക്കുക, ആ വിശ്രമസ്ഥലം മഹത്വമുള്ളതാക്കി മാറ്റുവാൻ ദൈവം ശക്തനാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവനോട് ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞ ഈ വാക്യത്തെ ബേസ് ചെയ്ത് ദാവീദിൻ്റെ പുത്രനായി ഈ ലോകത്തിൽ ജനിച്ചു വീണ യേശു കർത്താവിനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മെ മറ്റുള്ളവർക്കൊരു വിശ്രമ സ്ഥലമാക്കുവാൻ, അത് മഹത്വമുള്ളൊരു വിശ്രമ സ്ഥലമാക്കുവാൻ കഴിയുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്തവരാണ് എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് മനുഷ്യർ വിധി എഴുതി തള്ളുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശക്തമായി മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മാന്യത നൽകി തരുവാൻ, ഒരു വിടുതൽ നൽകി തരുവാൻ, ഒരു ധാരണ നൽകി തരുവാൻ, ഒരു ഉയർച്ച നൽകി തരുവാൻ, ഒരു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെയും പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് ദൈവത്തിൻ്റെ പാതവിടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവ് കൃപ നൽകട്ടെ. അവൻ നിങ്ങളെ വിശ്രമ സ്ഥലമാക്കി മാറ്റും. എങ്ങനെയുള്ള വിശ്രമ സ്ഥലം? മഹത്വം വസിക്കുന്ന വിശ്രമ സ്ഥലമാക്കി നീ ആകുന്ന ജീവിതത്തെ, അല്ലെങ്കിൽ നീ വസിക്കുന്ന സ്ഥലത്തെ, നീ പാർക്കുന്ന ഇടത്തെ മാറ്റുവാൻ ദൈവം ശക്തനാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ഒരുങ്ങുക. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.